ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ പുറത്തെ കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർത്തേക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. മുറ്റം കുറച്ച് കാര്യമായിട്ട് തന്നെ അടിച്ചു വരാനുള്ളതുകൊണ്ട് ഓരോരോ പാർട്ടായിട്ട് തിരിച്ച് അത് അടിച്ചു വാരി കൂട്ടി വെച്ചു. ഇത്തവണ റംബൂട്ടാൻ നല്ല കൊല കുത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതിയേറെ കൊഴിഞ്ഞു പോയെങ്കിലും അത്യാവശ്യം കാര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റംബൂട്ടാൻ എല്ലാം കഴിഞ്ഞു. മരം ഫ്രീ ആയി നിൽപ്പുണ്ട്. ഇനി ആ ശിഖരങ്ങളെല്ലാം ഒന്ന് വെട്ടി പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവുകയും അതിനകത്തുനിന്ന് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ റംബൂട്ടാൻ കായ്ക്കുകയും ചെയ്യും. അതുപോലെ മുറ്റത്തേക്ക് ഒത്തിരി നീണ്ടു നിന്നിരുന്ന പ്ലാവിൻ്റെ കുറച്ച് കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞു. ഇതാ കണ്ടോ, കലാത്തിയെല്ലാം നന്നായിട്ട് വളർന്നു, നല്ല പൊക്കം വെച്ചു. മീറ്റർ ബോക്സിനടുത്തേക്ക് പോകാനേ പറ്റുന്നില്ല. പിന്നെ റീഡിംഗ് ഒക്കെ എടുക്കാൻ ആൾ വരുമ്പോഴത്തേക്കും അതൊരു വലിയ ബുദ്ധിമുട്ടാവും. അതിൻ്റെ കൂടെ തന്നെ ക്യാറ്റ്സ് ക്ലോവും നന്നായിട്ട് വളർന്നു തൂങ്ങിക്കിടപ്പുണ്ട്. ഈ കയ്യിലൊക്കെ ആ സാധനം പിടിച്ചു കഴിഞ്ഞാലേ അതിങ്ങനെ അട്ട പിടിച്ച മാതിരിയാണ്, അത് പോകത്തേയില്ല, ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ മുറ്റത്തുണ്ടായിരുന്ന സകലമാന ചെടികളുടെയും പ്രൂണിങ് നടത്തി. ബാമ്പ് മാത്രം നടത്താൻ പറ്റിയില്ല. കലാത്തിയൊക്കെ വെട്ടി ചീത്ത ഇലകളൊക്കെ കളഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ബാമ്പുവിൻ്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് നടക്കാത്ത കാരണം ആ പണി ഞാൻ കെട്ടിയവന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്.